ഈ ചെറുക്ക് ഇംഗ്ലീഷ് മാത്രം കൊണ്ടിട്ടിട്ട് പോയത് അറിഞ്ഞാ മനസ്സിലാവില്ലല്ല. INDIANEXPRESS ശബരി എക്സ്പ്രസ്. KITTEN കാട്ടാക്കട. കാട്ടാക്കട എന്ത് സംഭവിച്ചു? SUCCED സൂയിസൈഡ്. ഇംഗ്ലീഷ് പത്രം തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള വാർത്തകളെ ഉള്ളു. ചുമ്മാ മനുഷ്യനെ കൊല്ലിക്കാനുള്ള മലയാളം പത്രം. ഗുജറാത്ത് 70 വയസ്സുള്ള വയോവൃദ്ധനെ 4 യുവതികൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഗുജറാത്തി എല്ലാം ജനിച്ചാൽ മതിയായിരുന്നു. ഈ കാട്ടുമൂലയെ വന്ന് നടന്ന് ചൊറി പിടിച്ചു വരച്ചാൽ പോലും ആരും തിരിഞ്ഞു നോക്കൂലെന്ന്. എന്ത് കഷ്ടമാണ് നോക്ക്. സർക്കാരിന്റെ ജവാൻ മദ്യം നിർത്തലാക്കുന്നു. വെള്ളത്തിന്റെ ദൗർലഭ്യം കാരണമാണ് നിർത്തലാക്കുന്നതെന്ന് ജലസേചന വകുപ്പ് മന്ത്രി. നിർത്തലാക്കല്ലേ, അത് പൊടിയാക്കി ഒരു പൊതിപൊതിഞ്ഞ് വന്നാലും മതി, ഞങ്ങൾ വെള്ളത്തിൽ കലക്കി കുടിച്ചോളാം. എന്തൊക്കെ വാർത്ത വായിക്കാൻ തോന്നുന്നില്ല വഴിക്ക്. എന്റെ കുളിക്കാൻ വെച്ചിരുന്ന വെള്ളം ചൂടായാ എന്തോ. രാമ 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 രാമാങ്കിട്ടേ വില്ലേ കേട്ടെ ഭീമാ ഭീമാ ഭീമാങ്കിട്ടേ കേട്ടെ. ഹലോ പറഞ്ഞോ. ചേട്ടാ, ഞാനേ പാർലറിന് ഇറങ്ങി. ഞാനിങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴേ ഒരു ഷോപ്പിൽ ഒരു പട്ടുസാരി കിടക്കുന്നു ചേട്ടാ, ഞാൻ വാങ്ങിച്ചോട്ടെ? അയ്യോ, ഒരു പട്ടുസാരി അല്ല മോളെ, 5 പട്ടുസാരി മേടിച്ചോ. ശരിക്കും? ശരിക്കും. എന്റെ ചക്കര മുത്ത് പൊന്ന്. അതെ, പക്ഷെ ഇപ്പഴാ ഞാൻ ഓർത്തത്, എനിക്ക് മാച്ചിന് ഒരു മാല ഇല്ല ചേട്ടാ. ഞാൻ ഒരു ജ്വല്ലറി കയറിയിട്ട് ഒരു മാല എടുത്തോട്ടെ? ഒരു മാല 2 പവന്റെ 2 മാല മേടിച്ചോ. ശരിക്കും? ഓ, ഇവന്റെ ചക്കര മുത്ത്. പിന്നെ ആ കയ്യിരിക്കുന്ന കാർഡില്ലേ, അതിനകത്തുന്ന പൈസ മൊത്തം ചെലവാക്കി എല്ലാം മോക്കുള്ളതാ. ഇന്ന് എന്ത് പറ്റി? എന്റെ ഭർത്താവിന് എന്നോട് നല്ല സ്നേഹമാണല്ലോ. ശരി ചേട്ടാ, ഓക്കെ, അപ്പൊ വൈകിട്ട് കാണാവേ. വയ്ക്കല്ലേ. ബുദ്ധി ലേശം കുറവാണെങ്കിലും ഭാര്യയോട് എന്നെ സ്നേഹമല്ല ചേട്ടന്. ആരുടെ ഭാര്യ? അല്ല, ചേട്ടൻ ഇപ്പൊ ഭാര്യയോട് സംസാരിക്കുന്നേ, ഞാൻ പറഞ്ഞു ചേട്ടൻ എല്ലാം വാങ്ങിക്കോന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ലവിങ് ആയിരുന്നു. അയ്യോ, ഇത് എന്റെ ഭാര്യയൊന്നും അല്ല. ഞാൻ വരുമ്പോ തോന്നുന്നു അവിടെ കിടന്നൊരു ഫോൺ കിട്ടി. ആരാന്ന് തോന്നാത്തോണ്ട് എന്തൊക്കെ മേടിച്ചോട്ടെന്ന് ഞാൻ മേടിച്ചോളാനും പറഞ്ഞു. ഈ ഫോൺ ചേട്ടന്റെ അല്ലേ? ഇല്ല. ആരാ ഫോൺ? തിരിച്ചാണ് എടാ, എന്റെ ഫോൺ. അതാരാ അവിടെ കൊണ്ടിട്ടാ? അവന്റെ വിളിച്ചു പറയാ. എന്റെ തന്നൊന്നുമില്ല, വേറെ ആരല്ലേ കൊടുത്തു? ഞാനല്ല. ഇത് ബാക്ക് അടിക്കാൻ വിളിച്ചു പറയാക്കൂല. അതെ, എന്താണാ വിളിച്ചു പറഞ്ഞത്? ഈ ഗൂഗിൾ പേയിലൊക്കെ ഒരുപാട് ഹായ് വരാറുണ്ടോ? ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ മൈൻഡ് ചെയ്ത് എല്ലാവർക്കും 1000 രൂപ വെച്ച് അയച്ചിട്ടുണ്ട്. നാട്ടിൽ ചെല്ലുമ്പോ ചാരിറ്റി എന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യാല്ലേ ആളെ. ഭയങ്കര വിഷയമാണ്. അടിപൊളിയാണ്. എടേ, ഞാനൊരു പഴം കഴിക്കാൻ തുടങ്ങിയപ്പോ നിന്റെ വിളി കേട്ട് ആ പഴം ഞെട്ടി എന്റെ നാക്കിൽ സ്ലിപ്പായി വയറിൽ ചാടി ആത്മഹത്യ ചെയ്തടാ. എന്റെ മാമ ഇങ്ങോട്ടൊന്ന് വാ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പുലിക്കുട്ടന്റെ കാര്യം, ഒരു പഴം കഴിക്കാൻ പോലും സമ്മതിക്കില്ല സമാധാനമായിട്ട്. പറഞ്ഞാൽ മനസ്സിലാക്കുകയില്ല. എടാ, ഞാനല്ലടാ വണ്ടി വെക്കണത്. മാമനായിരുന്നാ? നീ എന്തായിരുന്നു വിചാരിച്ചു? ഞാൻ വിചാരിച്ചു ഓണത്തിന് സദ്യ ഉണ്ണാൻ വേണ്ടി വെട്ടി വെച്ചേക്കുന്ന ദൂഷണല്ലേ. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ അമ്മയുടെ ഒരേ ഒരു ആങ്ങളെയാണ് ഞാൻ. മനസ്സിലായ? ആ ഭാർഗവൻ പിള്ള. അതൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞെന്തിന്? ക്യാരക്ടർ രജിസ്റ്റർ ആവട്ടടാ. നീ ഒരാഴ്ച ആയല്ലടാ ഇങ്ങോട്ട് ഇതിനെ കണ്ട്. നീ എവിടെയായിരുന്നു? ഞാന് ഒരു റബ്ബർ കട്ടയുടെ മേളിൽ കയറിയിരുന്നു, മാഞ്ഞു പോയി. എടാ, ഞാൻ ചോദിച്ചത് നീ എവിടെയാണെന്ന്. ഇപ്പൊ എവിടെ നിന്ന് നീ? ഞാൻ ഇപ്പഴാ? ഇപ്പൊ ഞാൻ ഗൾഫിൽ. വല്ലപ്പോഴെങ്കിലും എന്നെ വിളിക്കണേ മാമന്. കരുതി വിളിക്കാതിരിക്കല്ലേ ഏട്ടാ. നിങ്ങൾക്ക് തലയ്ക്കല്ല അസുഖം ഉണ്ടാ, ഞാൻ നിങ്ങളെ മുമ്പിൽ നിൽക്കല്ലേ. തലയ്ക്ക് അസുഖം വരും. നിന്റെ കുടുംബത്തിലല്ലേ ഞാനും ജനിച്ചത്. ആണോടാ? അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരാണ് നിന്റെ കുടുംബത്തിലുള്ളവര്. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ചേട്ടനെ ISROയിൽ ജോലിയുള്ള വ്യക്തിയാ, അറിയാല്? റോക്കറ്റിന്റെ ഒക്കെ പിന്നെ ഈ റോക്കറ്റിന്റെ അവിടെ റോക്കറ്റ് പണിയത്തില്ലേ, അതിന്റെ കണക്കൊക്കെ എഴുതണം. കണക്ക് എഴുതണം അല്ലേ? നല്ല സുഖമുള്ള ജോലിയല്ലേടാ. ജോലിയായിരുന്നു, പക്ഷെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഈ റോക്കറ്റിന്റെ കണക്കെഴുതിയപ്പം കണക്കെഴുതി തെറ്റിച്ച് കാണും. കണക്കെഴുതി തെറ്റിച്ചൊന്നുമില്ല, കള്ളക്കണക്കും എഴുതിയില്ല, കറക്റ്റ് കണക്കാ എഴുതിയത്. 830 കോടി 36 രൂപ ഒരു റോക്കറ്റ് ഉണ്ടാക്കി. 36 ഏത് കണക്കില്ലടാ? അത് പിന്നെ റോക്കറ്റിന് കണ്ണുവിടായിരിക്കാൻ വേണ്ടി നാരങ്ങ മുളകും കെട്ടി തൂക്കില്ല, അതിന്റെ അവിടെ പറഞ്ഞു വിട്ടത് തന്നെ നല്ലതായടാ. അങ്ങനെ പറഞ്ഞു വിടണം. അപ്പൊ തെണ്ടിത്തിരിഞ്ഞ് അടക്കണല്ലോ, ജോലിയൊന്നും ഇല്ലാതെ. എന്റെ തിരിയില്ല. എന്റെ ചേട്ടൻ ആരാ മോയ്? ചേട്ടൻ അപ്പോഴെ തന്നെ കഴിഞ്ഞ ആഴ്ച മാമയിലൂടെ ഇറങ്ങി ആസ്ട്രേലിയ പോയി. അവിടെ സുഖിച്ച് കഴിയായിരിക്കും. എന്തോന്ന് സുഖം, അവിടെ ആശുപത്രി കിടക്കുക.
എന്തൊരു പറ്റിയുടെ എന്റെ മക്കൾക്ക്? അവിടെ ചെന്നേല്ലേ ഉള്ളൂ, ഒന്നും അറിഞ്ഞൂടല്ലേ. അവിടെ അടുക്കളയിൽ നിന്ന് ചവറൊക്കെ വരി വെളിയിലോട്ട് ഇറങ്ങിയപ്പോ ഒരു കങ്കാരു നിൽക്കുന്നു. പുള്ളി ഇവിടെ ഈ കങ്കാരുവിന്റെ പ്രതിമയ്ക്ക് നോക്കിയല്ലോ നമ്മൾ ചവറിടാൻ വേണ്ടി. എങ്ങനെ? പുള്ളി നേരെ ചെന്ന് കങ്കാരുവിന്റെ സഞ്ചി വലിച്ചോണ്ട് അതിനകത്ത് കൊച്ചിനെ ചെവി തൂക്കി കറക്കി എടുത്തിട്ട് അതിനകത്തോണ്ട് ചവറിട്ട് കൊടുത്തു. കങ്കാരി വിടുവോ? വാലി കുത്തിയെന്ന ഇങ്ങനെ ഒരു അടിയായിരുന്നു. താഴെ കുടലി മേളിലുമായി പോയി. ആശുപത്രി കിടക്കുക. അങ്ങനെയൊക്കെ കിടക്കട്ടെ, അല്ലാതെ പിന്നെ എന്ത് പറയും? എടേ, ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചു വന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായ? എന്താണ്? ഒരാഴ്ച കൊണ്ട് എവിടെ പോയിരുന്നെന്നാണ്? ഞാൻ ഗോവയിലൊക്കെ ആയിരുന്നു. നീ എന്തിനു ഗോവ പോയത്? സത്യത്തിൽ ഞാൻ ഗോവയിൽ പോകാൻ വേണ്ടി പോയതല്ല, ഞാൻ കൊല്ലം വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. കിട്ടിയതൊരു ഗോവ ബസ്. ഞാൻ 2000 രൂപ എടുത്ത് കൊല്ലം ടിക്കറ്റ് എടുത്ത്. അപ്പൊ അവരെ ബാക്കി ആരും ചില്ലറ ഇല്ലെന്ന്. നമ്മളെ പറ്റിക്കാനല്ലേ ഞാൻ നേരെ ഗോവയിൽ പോയി ഇറങ്ങി. പൈസ നമ്മളതല്ലേ, നഷ്ടമല്ലേ നമുക്ക്. ഞാൻ ഗോവയിൽ പോയിട്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത്. കണ്ടോ? അയ്യോ എടേ, അതെല്ലാം പോട്ട്. അതെല്ലാം പോട്ടല്ല, സൈഡിൽ രണ്ട് കിടക്കുന്ന 2 കെട്ടുവെള്ളമാണ്. അതെങ്ങനെ നിൽക്കും? വെള്ളത്തിൽ കിടക്കില്ല, അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. എടാ, നീ അതങ്ങ് മാറ്റി നിർത്ത്. മൊബൈലിൽ പോയല്ല അതാമാരെയൊക്കെ കണ്ട അങ്ങനെ ഉണ്ട്. സത്യം പറയാല്ലേ, സുന്ദരിമാരാണ്. കണ്ടേ, തൊട്ടാ ചോര വരും. നിനക്കങ്ങനെ മനസ്സിലായി? ഞാനൊന്ന് തൊട്ട് സായിപ്പ് ഒന്ന് പടഞ്ഞോളൊക്കെ തന്നു, ചെവി കൂടെ കുടുകൂടാത്ത ഇതേ സെയിം നിന്റെ മാമി എന്റെ ഭാര്യ തൊട്ടാ ചോര എറിയും. പക്ഷെ ബ്ലേഡ് വെച്ച് തൊടണം. എന്റെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. ഒരു വയസ്സായ ഒരു മനുഷ്യ ഇവിടെ കിടക്കുന്നു. കുടുംബത്തിലുള്ള ആൾക്കാർ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു ആഹാരത്തിന് വഴിയില്ല, ആരും ഒന്നും കൊണ്ടുവരുന്നില്ല. അധ്വാനിക്കാനുള്ള ഏതെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നു ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് കഴിച്ചു. കള്ളത്തരം പറയരുത്. നിങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് ഞാൻ ജോലി മേടിച്ചിട്ട് നിങ്ങൾ പോകാതിരിക്കല്ലേ? ഓ, ഈ പ്രായമായ സമയത്ത് ഞാൻ ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ പോയി കാവൽ നിൽക്കണം അല്ലേ? ആ പൈസ ഞാൻ ഉണ്ടാക്കണം അല്ലേ? ശരി, നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിന്റെ കാവൽ നിന്നോളാം. എവിടെ? ലേഡീസ് ഹോസ്റ്റലിന്റെ കാവല്. ലേഡീസ് ഹോസ്റ്റൽ അല്ല, ATM സെന്റർ ആണ്. കുറെ നേരമായിട്ട് നിൽക്കാൻ പറ്റുള്ള കാലൊന്നും വയ്യാത്തല്ലേ? അല്ല മാമ, എന്തോ ഈ ക്ലോക്ക് എല്ലാം 7 7 7 7. അത് പറഞ്ഞു എങ്ങ് വാ. എന്നാ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞേ വെള്ളോടിയൊക്കെ അല്പം കുറയ്ക്കണം മാമ. അപ്പൊ എനിക്കാണെങ്കിൽ അങ്ങനെ പറ്റൂലല്ലോ. തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ 7 മണി കഴിയുമ്പോ 2 പെഗ് അടിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ എന്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ച് വെച്ചതാ ഈ ക്ലോക്ക്. ചുരുക്കം പറഞ്ഞ 24 മണിക്കൂർ വെള്ളോടി തന്നെ. കൈ ഭയങ്കര വിറയിലാണ് ഈയിടെ ആയിട്ട്. കൈ പറയുകയാണെങ്കിൽ സൂക്ഷിക്കണം, കാർഡിയാക് അറസ്റ്റ് ആയിരിക്കും. എന്തോന്ന് എന്ന് വെച്ചാ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. ആ, അത് കുഴപ്പമില്ല. എടേ, കൈ വരയ്ക്കണം അറിയാം. എനിക്ക് ഡോക്ടറെ കാണണം. ഡോക്ടറെ കാണണം. ആ ചിന്ത തന്നെ നല്ലതാണ്. നമ്മൾ പോണ കൈവറലൊക്കെ മാറ്റണം, മദ്യപാനമൊക്കെ ഉപേക്ഷിക്കണം. ചിന്ത നല്ലതാണ്. മദ്യപാനം ഉപേക്ഷിക്കണം ആര് പറഞ്ഞു? ഈ കൈവറയിൽ നിർത്തണം, അല്ലാതെ ഒരു തുള്ളി മദ്യം ഗ്ലാസ്സിൽ വീഴൂല. കംപ്ലീറ്റ് തറയിലല്ലേ പോണത്. അതുകൊണ്ട് കൈവറയിൽ നിർത്തിയേ പറ്റൂ, അല്ലാതെ രക്ഷയില്ല. നിന്റെ എത്ര നാളുകൊണ്ട് ഞാൻ പറഞ്ഞു ആ അക്ഷയ സെന്ററിൽ പോയിട്ട് എന്റെ പെൻഷന്റെ കാശിന് വേണ്ടിയിട്ട് അവിടെ രജിസ്ട്രേഷൻ ചെയ്യാൻ. ഞാൻ എത്രയോട്ട് നിങ്ങളടുത്ത് പറഞ്ഞു ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ. ഞാൻ നിന്റെ മൊബൈലിന്റെ ഫോട്ടോ അയച്ചല്ലേ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം. അങ്ങനെ അയ്യോ, മാമന്റെ ഫോട്ടോ ആയിരുന്നാ? ഓ, നീ എന്തെന്ന് വിചാരിച്ചു? ഞാൻ മൊബൈലിൽ വൈറസ് എന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തതാണ്. എടാ, പിന്നെ നീ എന്തിപ്പോ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നത് ഒരു സന്തോഷ വർത്തമാനം പറയാം. അത് പറ, സന്തോഷ വർത്തമാനം പറ. ഒരു വിശേഷം ഉണ്ട്. ആ വിശേഷം എന്റെ ഭാര്യക്ക് ഓക്കാനം. ഇന്നലെ അവരെ വല്ലതും മറന്നിരിക്കുകയായിരുന്നാ? ഭാര്യക്ക് ഓർക്കണോന്ന് പറഞ്ഞു. അവള് 2 ദിവസത്തോട് ഛർദ്ദിക്കുന്നുണ്ട്. അങ്ങനെയാണ് നിന്റെ കള്ളത്തരങ്ങളെല്ലാം നിർത്തണം കേട്ടോ. അവള് നിന്നെ ശ്രദ്ധിക്കുകയല്ലേ? പറഞ്ഞ മനസ്സിലായില്ല, അവള് ഗർഭിണിയാണെന്ന്. ഹാപ്പി ദിവാലി. എടാ, പിന്നെ ഒരു കാര്യം, ഇപ്പം ഇത് ഏതാ മാസം? ഇത് ജനുവരി. എന്റെ ആണെന്ന് തോന്നുന്നില്ല. എടാ, നിന്റെ ഭാര്യക്ക് ഏതാ മാസം ഒന്നും? അവക്കും ജനുവരി തന്നെ. വീട്ടിൽ ഒറ്റ കലണ്ടറേ ഉള്ളൂ. കൺഫേം ഇത് എന്റെ അല്ല. എടാ, അവക്ക് ഇത് എത്രാമത്തെ മാസമാണ്? 3-ാമത്തെ മാസം. 3-ാമത്തെ മാസം. ഇനി ഒരുപാട് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. അതായത് നീ ഇനി ജാഗരൂകനായിരിക്കണം. ഞാൻ അമ്പലിക്കുട്ടനായിട്ട് ഇരുന്നാ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് കാര്യങ്ങൾ നിനക്കൊരു ശ്രദ്ധ വേണമെന്ന്. അതായത് പെൺകുട്ടിയെ പ്രസവവാടി കയറ്റുന്നവരെ, ആ ഗർഭിണിയെ പ്രസവവാടി കയറ്റുന്നവരെ നമ്മൾ ക്ലിയർ ആയിരിക്കണം. മനസ്സിലായല്ലോ? അതായത് ഇപ്പൊ ഒരു ദിവസം എന്റെ ഭാര്യ 8-ാമത്തെ പ്രസവത്തിന് വേണ്ടി പ്രസവവാടി കയറ്റുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയടാ. 8-ാമത്തെ പ്രസവം? 8-ാമത്തെ പ്രസവം. ക്ഷീണം കാണും, കളിയാക്കാനും വേണ്ട. എടാ, എന്റെ അനിയന്റെ കുടുംബത്തിലെ 28 മക്കളുള്ള കുടുംബം അത്. അപ്പൊ അത് കുടുംബമല്ല, പ്രിന്റിംഗ് പ്രസ്. നീ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. ഭാര്യയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കണമെന്ന്. പിന്നെ ഒരു കാര്യം, അവളെ പ്രസവവാടി കയറ്റുന്നതിന് മുന്നേ നീ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടല്ലേ അവള് പ്രസവം. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? കാശിന്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന്. അറിയാൻ നോക്കും. അത് നോക്കി പറ്റും. പിന്നെ നീ അല്ലാതെ പിന്നെ ഞാൻ നോക്കും. പിന്നെ നിന്റെ അളിയും അവന്റെ കൃഷിയൊക്കെ അങ്ങനെ പോകണേ. കുഴപ്പമില്ല. അയ്യോ, പറഞ്ഞിരുന്നില്ല. വിളിക്കുന്ന അളിയ. അളിയാ,
എടേ ഞാൻ മാമന്റെ വീട്ടിൽ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. കിടന്ന് ചാവാതളിയാ, കൊണ്ടുവരാളിയാ, ബഹളം വയ്ക്കാതാ. ഓ ഇപ്പൊ വരാം. ചേച്ചി അടുത്ത് പറഞ്ഞുതരാം, ഞാൻ ഉടനെ വരും. ഓ ശരി ശരി ശരി, ഓക്കെ. എന്തോന്ന് എന്റെ അമ്മമ്മേരെ നായര് കണ്ടായിരുന്നോടാ മൈസൂർ പാക്ക്. ഇതെന്തോ ഇന്നത്? ഈ നിശ്ചിതമായ സമയം കൊണ്ട് ഈ മൈസൂർ പാക്ക് ഞാനും കൂടെ പ്രണയബദ്ധരായി ലിപ്ലോക്ക് കൊടുക്കുക. ഇത് മൈസൂർ പാക്കൊന്നും അല്ല. അയ്യോ, ഇത് അളിയന്റെ പറമ്പിൽ എലി ശല്യം. എലിയെ കൊല്ലാൻ വേണ്ടി പാഷാണത്തി മധുരം കയറ്റി വെച്ചതാ. ഞാൻ പോയി എലിക്ക് സൈനൈഡ് മേടിച്ചു കൊടുക്കുക. എലിക്ക് മാമന്റെ കൂടെ ഈഗോ അടിക്കും. എനിക്കൊക്കെ ആഹാരം പിന്നെ മേടിച്ചു കൊടുക്കുക. എനിക്ക് വല്ലതാ വഞ്ചാടാ എന്നെ ആശുപത്രി കൊണ്ടുപോകണം. ഒരു മിനിറ്റ് അയ്യോ കുഴപ്പമില്ല. പെട്ടെന്ന് വിളി. സുരേഷേ, എടാ മാമൻ വിഷം കഴിച്ചടാ. വണ്ടിയായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വാടാ. എടാ പെട്ടെന്ന് വാ. സുരേഷ് വരും. അമ്പിളിക്കുട്ടാ, എനിക്ക് ഈ സമയത്ത് എന്നിട്ട് തെറ്റുകളെല്ലാം എനിക്ക് തുറന്നു പറയണം അമ്പിളിക്കുട്ടാ. അതൊന്നും കുഴപ്പമില്ല മാമ, ഒരു മിനിറ്റ്. സുരേഷ തിരിച്ചാടാ. എടാ പുതിയ വണ്ടിയാണെന്ന് ഓർത്ത് പതുക്കെ വരല്ലേ. കട്ടറൊക്കെ ചാടിച്ച് വാ, ഞാൻ പൈസ തരാം. പെട്ടെന്ന് വാ, ഓടി വാ സുരേഷ്. മാമൻ ചാവോടാ. എടാ വേറൊരു കാര്യമുണ്ട്. എന്റെ വീട്ടിൽ കറണ്ട് ബില്ല് 5000 രൂപ അടയ്ക്കാൻ വെച്ചിരുന്നില്ലേ, അത് മേശ വലിപ്പിയത് ഞാനാണ് മോട്ടിച്ചത്. എന്നിട്ട് നിന്റെ പേര് പറഞ്ഞത് ഞാനാണടാ. അതൊക്കെ ഇപ്പോഴാണോ മാമ പറഞ്ഞ? കുഴപ്പമില്ല അളിയാ, ഒന്ന് പെട്ടെന്ന് വാടാ അളിയാ, എനിക്ക് സഹിക്കാൻ വയ്യ. എടാ അമ്പിളിക്കുട്ടാ, വേറൊരു വലിയ രോഗം ചെയ്ത. 1-ാം തീയതിക്ക് നിനക്ക് സാധനം കിട്ടൂലായിരുന്നല്ലോ കുപ്പി. ഏതോ മിലിറ്ററിക്കാരന്റെ വീട്ടിൽ നിന്ന് കാട്ടിന്റെ ഇടയിൽ നിന്ന് പോയി വലിയ വിലക്ക് എടുത്തോണ്ടുവന്ന കുപ്പി അടിച്ചു മാറ്റി കുടിച്ചത് ഞാനായിരുന്നടാ. സുരേഷേ, പതുക്കെ വന്നാൽ മതി കേട്ടോ, വലിയ അർജന്റ് ഒന്നുമില്ല. ഓ കുഴപ്പമില്ല, വണ്ടി ചീത്തയാക്കട്ടെ, പുതിയല്ലേ. ആ ശരി. എടാ അമ്പിളിക്കുട്ടനെ ചത്തോടാ, ആശുപത്രി കൊണ്ടുപോടാ. കുഴപ്പമൊന്നുമില്ല, വയറ് ഒന്ന് കഴിയാൽ മതി. പറയണ്ടായിരുന്നു. ആ ഇത്രേ ഉള്ളൂ. അയ്യോ, എന്തോന്ന് ചെയ്യുന്നത്? കഴുകാൻ പറഞ്ഞു. ഇങ്ങനല്ല, അത് ട്യൂബിട്ട് വയറ് കഴിവണം. എടാ ട്യൂബ് മാത്രം പോരാ, എന്റെ വയറ്റിനകത്ത് നല്ല ഇരുട്ടായിരിക്കും. കാശ് നോക്കണ്ട, ഹാലിന് ലൈറ്റ് എന്നെ പിറ്റ് ചെയ്തോ. കണ്ടു കഴിവ് ഇറക്കട്ടെ. എന്തോ ഞാൻ പറയുന്നത്? മൊത്ത വെള്ളം തീർത്താ? മൊത്ത വെള്ളം തീർത്തില്ല, എത്ര ഉണ്ട്? ആ അതെടുത്ത് മാറ്റി വെച്ചോ. എന്തിന്? ബാക്കി ഇടുമ്പോ നിങ്ങളെ വായിലോട്ട് ഒഴിക്കാം. അയ്യോ, എനിക്ക് അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളേ. എന്തോന്ന്? എന്റെ ആരടാ? എന്റെ അയ്യോ